തൊടുപുഴയിൽ വീണ്ടും അംഗത്തിനിറങ്ങാൻ കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്. വിജയസാധ്യത കണക്കിലെടുത്ത് പാർട്ടി ചെയർമാൻ തന്നെ മത്സരിക്കണം എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അനാരോഗ്യത്തെ തുടർന്ന് പി ജെ ജോസഫ് മത്സരിക്കില്ല എന്നായിരുന്നു റിപ്പോർട്ട്. നിലവിൽ തൊടുപുഴയുടെ MLA ആണല്ലോ പി ജെ ജോസഫ്. അപ്പം മത്സരിക്കാണ്ടിരിക്കാനുള്ള ഒരു സാധ്യതകളും പാർട്ടി കാണുന്നില്ല. പാർട്ടി ചെയർമാനാണ്. പാർട്ടി ചെയർമാനും പാർട്ടിയും യോജിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചിത്രം വ്യക്തമാവും. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ സംസ്ഥാന തലത്തിൽ മുന്നണി നേതൃത്വം ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഏതൊക്കെ പാർട്ടി എവിടെയാണ് മത്സരം. പ്രാദേശികമായിട്ട് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ടൊന്ന് അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, പി ജെ ജോസഫ് മാറി നിൽക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയെങ്കിൽ അവിടെ അബു ജോസഫ് മത്സരിക്കും എന്ന തരത്തിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ പി ജെ ജോസഫ് തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങും എന്ന തരത്തിലാണോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് രാഹുൽ വിജയൻ? റിജിത്ത്, അങ്ങനെ തന്നെയാണ്. തൊടുപുഴയിൽ എന്തായാലും പി ജെ ജോസഫ് തന്നെ 12ാം തവണയും അംഗത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിജയസാധ്യത പരിഗണിച്ചുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇടുക്കി ജില്ലയിലെ മറ്റ് 5 സീറ്റുകളിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സംസ്ഥാനത്തെ 10 സീറ്റുകളിലും പി ജെ ജോസഫിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പി ജെ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ, മുന്നിൽ നിന്ന് നയിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായും പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യത്തിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പി ജെ ജോസഫ് മത്സര രംഗത്തേക്ക് വീണ്ടും വരുന്നു എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നത്. നേരത്തെ അനാരോഗ്യം കാരണം മത്സര രംഗത്ത് നിന്ന് മാറുന്നു. പിന്നീട് അബു ജോൺ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പി ജെ ജോസഫ് തന്നെ ഇത്തവണ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കാനും കഴിയുന്നത്. അബു ജോൺ ജോസഫ് തന്നെ അത്തരം ഒരു സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ ചലനമുണ്ടാക്കാൻ വേണ്ടി കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള ചെറിയ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. അത് മറികടക്കുന്നതിന് വേണ്ടി വിജയസാധ്യത ഉറപ്പുള്ള ആളെ തന്നെ, അതായത് പി ജെ ജോസഫിനെ തന്നെ തൊടുപുഴയിൽ മത്സരിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള ഒരു തീരുമാനം പാർട്ടിയിൽ നിന്നുണ്ടാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ പി ജെ ജോസഫ് വീണ്ടും മത്സരിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 12 തവണ മത്സരിച്ചപ്പോഴും 2001 ഒഴികെ ബാക്കി എല്ലാ തവണയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പി ജെ ജോസഫ് തൊടുപുഴയിൽ വിജയിച്ച് കയറിയിട്ടുള്ളതാണ്. പി ജെ ജോസഫിന്റെ തട്ടകം തന്നെയാണ്. ഇത്തവണയും അത് ആവർത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും ഒരു പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് ഇടുക്കി സീറ്റ്, കേരള കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ചില നേതാക്കളുടെ പ്രതികരണങ്ങളും പരാമർശങ്ങളും അത്തരത്തിലുള്ളൊരു വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് വെറും വിവാദമാണ്. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും ഇത്തവണയും കേരള കോൺഗ്രസ് തന്നെ ആയിരിക്കും. തൃക്കരിപ്പൂരും അതുപോലെ തന്നെ ഇടുക്കി സീറ്റും കോൺഗ്രസിന് വിട്ടുകൊടുത്ത് മറ്റേതെങ്കിലും സീറ്റിലേക്ക് മാറുന്ന കാര്യം, അല്ലെങ്കിൽ വെച്ചുമാറ്റത്തിന്റെ കാര്യം യാതൊരു തരത്തിലും ചർച്ചയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അബു ജോസഫ് പറയുകയും ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായും പി ജെ ജോസഫ് തൊടുപുഴയിൽ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. റീജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.